നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോൺഗ്രസിലെ പ്രശ്നപരിഹാര ചർച്ചകൾ വീണ്ടും വഴിമുട്ടി. മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് ചെന്നിത്തല വീണ്ടും. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായരെ 14 ദിവസത്തേക്ക് കൂടി റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനുമായി ഫോണിൽ സംസാരിച്ച വിഷയം അടഞ്ഞ അധ്യായമെന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. ശക്തമായ കാറ്റിൽ റാന്നിയിൽ വൻ നാശനഷ്ടം. ഞാൻ പ്രവീൺ തോമസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നപരിഹാര ചർച്ചകൾ വീണ്ടും വഴിമുട്ടി. മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. തീരുമാനം സോണിയാഗാന്ധിയെ അറിയിച്ചു. താൻ KPCC പ്രസിഡന്റായി തുടരുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. സോണിയ ഇതിന് അനുമതി നൽകിയതായും ചെന്നിത്തല വ്യക്തമാക്കി. മന്ത്രിസഭാ പ്രവേശന ചർച്ചയ്ക്ക് ഇനി താനില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി മുസ്ലിം ലീഗിന്റെ കടുംപിടുത്തമാണ് ചർച്ചകൾ വഴിമുട്ടിച്ചത്. ജോസ് കെ മാണിയെ മന്ത്രിസഭയിൽ എടുക്കുന്ന കാര്യത്തിൽ KM മാണിയും ഉറച്ചു നിൽക്കുകയാണ്. രമേശിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ തീരുമാനമായെന്നായിരുന്നു നേരത്തെ വാർത്ത വന്നിരുന്നത്. ഇത് സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതോടെ മന്ത്രിസഭാ പുനഃസംഘടന എന്നത് വീണ്ടും കീറാമുട്ടിയായിരിക്കുകയാണ്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത നായരെ റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 14 ദിവസത്തേക്കുകൂടി സരിതയെ റിമാൻഡിൽ വയ്ക്കുവാൻ കോടതി ഉത്തരവിട്ടു. സരിതയ്ക്ക് വേണ്ടി ജാമ്യാപേക്ഷ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ കോടതിയിൽ നൽകിയെങ്കിലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത മാസം 5-ാം തീയതിയിലേക്ക് മാറ്റി. ആളും ആരവങ്ങളും ഇല്ലാതെയാണ് സരിത എസ് നായരെ റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിച്ചത്. കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാകട്ടെ അവിടെ ഉണ്ടായിരുന്നവർക്ക് പോലും സരിത ഒരു കാഴ്ച വസ്തുവായി മാറിയില്ല. കോടതിയിൽ വന്നു പോകുന്ന ചില കുറ്റവാളികളെ കാണുന്നത് പോലെ മാത്രമാണ് സരിതയെ അവർ കണ്ടത്. സോളാർ പാനൽ വിഷയത്തിൽ റാന്നി തെക്കേപ്പുറം ബദാലിൽ വീട്ടിൽ PM തോമസിന്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ നേരത്തെ റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സരിതയെ റിമാൻഡ് ചെയ്തിരുന്നു. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് സരിതയെ വീണ്ടും റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തെ കൂടി റിമാൻഡ് കാലാവധി നീട്ടാൻ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് ഉത്തരവിട്ടു. സരിതയ്ക്ക് വേണ്ടി ജാമ്യാപേക്ഷയുമായി അവരുടെ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ കോടതിയിൽ ഹാജരായി. പ്രോസിക്യൂട്ടർ അവധിയായതിനാൽ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് 5-8 മാറ്റിയതായി PM തോമസിന്റെ അഡ്വക്കേറ്റ് വിൽസൺ വേണാട് പറഞ്ഞു. ഇന്ന് സരിതയെ റിമാൻഡ് അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഇന്ന് ഹാജരാക്കി വീണ്ടും 14 ദിവസത്തേക്കുകൂടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരം റിമാൻഡ് വീണ്ടും ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കുകൂടി അവരുടെ അഭിഭാഷകൻ ഫെന്നി ബാലകൃഷ്ണൻ അവർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരായി. കോടതിയിൽ സരിതയ്ക്ക് വേണ്ടി ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു. ഇവിടെ പ്രോസിക്യൂട്ടർ ഇന്ന് അവധിയായതിനാൽ പ്രോസിക്യൂട്ടർക്ക് നോട്ടീസ് കൊടുത്ത് ജാമ്യാപേക്ഷയിന്മേൽ വാദം കേൾക്കുന്നതിന് വേണ്ടി കോടതി കേസ് പോസ്റ്റ് ചെയ്തതായിട്ടാണ് ഉള്ളത്. സിറ്റി ന്യൂസ് റാന്നി. പെരുമ്പട്ടി സെന്റ് മേരീസ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെയും പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിലെ നേത്രവിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പെരുമ്പട്ടി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയ ഹാളിൽ വെച്ച് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തുന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിക്കും. 150 പേർക്കാണ് ക്യാമ്പിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. റാന്നിയുടെ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഉഴുവൻപാറ, പൊക്കണംതൂക്ക്, കരികുളം ഫോറസ്റ്റ്, ഫ്ലൈയിംഗ് സ്ക്വാഡ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലാണ് കാറ്റ് നാശം വിതച്ചത്.
കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ചുഴലിക്കാറ്റിൽ റാന്നിയുടെ കിഴക്കൻ മേഖലയിൽ വൻ നാശനഷ്ടമുണ്ടായി. മോതിരവയൽ, ഉഴവമ്പാറ, പൊക്കണാംതൂക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വൻ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ലൈനിനുമേൽ റബ്ബർ മരങ്ങളും തേക്കുമരങ്ങളും കടപുഴകി വീണും മരച്ചില്ലകൾ ഒടിഞ്ഞു വീണും പോസ്റ്റുകൾ ഒടിഞ്ഞും വൈദ്യുതി കമ്പികൾ പൊട്ടി റോഡിൽ കിടക്കുകയാണ്. കുറഞ്ഞത് 2 ദിവസമെങ്കിലും എടുക്കും ഈ മേഖലകളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാൻ. റബ്ബർ മരം ഒടിഞ്ഞ് വീടിന് മുകളിൽ വീണ മേൽക്കൂര തകർന്ന വീട്ടമ്മയ്ക്ക് സാരമായ പരുക്കുപറ്റി. മോതിരവയൽ വേലുക്കിഴക്കേതിൽ സാലമ കുഞ്ഞുമോനെയാണ് പരുക്കുകളോടെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 വീശിയടിച്ച കാറ്റിൽ തൊട്ടടുത്ത പുരയിടത്തിൽ നിന്ന് റബ്ബർ മരം ഒടിഞ്ഞ് പുരപ്പുറത്ത് വീണ് വീടിന്റെ ആസ്പെറ്റോ ഷീറ്റുകൾ പൊട്ടി സാലമയുടെ ദേഹത്ത് വീഴുകയായിരുന്നു. 75,000 രൂപയെങ്കിലും നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു. റാന്നി ഉഴുവൻപാറയിൽ റോഡ് സൈഡിൽ നിന്നിരുന്ന റബ്ബർ മരങ്ങളും കവുങ്ങും വൈദ്യുതി ലൈനിന്റെ മുകളിലേക്ക് വീണ് കമ്പികൾ പൊട്ടി റോഡിൽ കിടക്കുകയാണ്. പൊക്കണാംതൂക്ക് കോളനിയിൽ തുണ്ടിയിൽ അമ്മണിയുടെ വീടിന്റെ മുകളിലേക്ക് റോഡിന്റെ എതിർവശം നിന്നിരുന്ന പ്ലാവിന്റെ മുകൾവശം ഒടിഞ്ഞ് കാറ്റത്ത് പറന്നു വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂരയും ഡിഷാന്റിനെയും പാടെ തകർന്നു. രാത്രി 11:30 ഭയാനകമായ ശബ്ദത്തോടെ കാറ്റ് ആഞ്ഞു വീശിയതെന്ന് അമ്മണി പറഞ്ഞു. ഉറക്കത്തില്ല, 12 മണിയായെന്ന് കണ്ടോ, ഉറക്കത്തിൽ മൂളി കാറ്റ് വന്ന് അടിച്ചു. ആദ്യം ഓർത്ത് ഇപ്പുറത്തെ പെരക്കാതെ അടിച്ചെന്ന് കണ്ട് അവരിരുന്നു. കാറ്റിൽ അവൻ എന്നെ, ഞാൻ ഇതിനകത്ത് കിടന്ന് അവനെ വിളിച്ച്, അവൻ അവിടെ കിടന്ന് വിളിച്ച് കഥ തുറക്കുമ്പോൾ ഭയങ്കര ഈ തീയെല്ലാം കൂടെ അങ്ങ് മിന്നി. പിന്നെ ആ സംഭവം നമ്മുടെ പെരക്കകത്തോട്ടാണ് വീണേന്ന് സീറ്റ് പോയി. അത് കണ്ടു. ഏതായാലും ഒന്നും കുഞ്ഞുങ്ങൾക്ക് വന്ന് മറ്റേ കൊച്ചു പേടിച്ച് അലറി വിളിച്ച്. ഈ സമയം മുറിക്കകത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ ഒരു ദുരന്തം ഒഴിവായി കിട്ടിയെന്നും അമ്മണി പറഞ്ഞു. പൊക്കണാംതൂക്ക് കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിക്ക് ഭീഷണിയായി റോഡിൽ നിൽക്കുന്ന 2 പഞ്ഞിമരങ്ങൾ എത്രയും വേഗം വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചുവെങ്കിലും അവരാരും ഇക്കാര്യത്തിൽ ഗൌരവം കാണിക്കുന്നില്ലെന്ന പരാതി സ്ഥലവാസിയായ കാവുങ്കൽ ശാന്തമ്മ ഉന്നയിച്ചു. അടുക്കളവരോട് പറഞ്ഞു, ഇവിടുത്തെ വെട്ടുകാരോടെല്ലാം പറഞ്ഞു മുറിച്ച് നിങ്ങളെ എടുത്തോണ്ട് പോയി. പഞ്ചായത്തിനും പറഞ്ഞു, പഞ്ചായത്തുകാർ നിങ്ങൾ അവരെ കൊണ്ടെല്ലാം വെട്ടിക്കാൻ, നമ്മൾ പറഞ്ഞ വല്ലവരും വെട്ടിത്തരും. അതൊക്കെ പുറമ്പോക്ക് നിൽക്കുന്ന മരമല്ലേ. 12ഓളം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയാണ് ഇത്. റാന്നി കരികുളം ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡിന് ഓഫീസിന് സമീപം നിന്നിരുന്ന വൃക്ഷങ്ങളുടെ ചില്ലകൾ പലതും ഒടിഞ്ഞു വീണു. ചിലത് കടപുഴകി വീണിട്ടുമുണ്ട്. മരങ്ങൾ വീണ് ഓഫീസിന്റെ ഗേറ്റിന്റെ പില്ലറുകൾ തകർന്നു. ഇവിടെയും വൈദ്യുതി കമ്പികൾ പൊട്ടി വീണ് റോഡിൽ കിടക്കുകയാണ്. ഇന്നലെ ഈ പ്രദേശങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പുകൾ തുടങ്ങിയിട്ടില്ല. ലക്ഷങ്ങളുടെ നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. സോളാർ തട്ടിപ്പ് കേസിൽ ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായി നടത്തിയ ഫോൺ സംഭാഷണം അടഞ്ഞ അധ്യായമാണെന്ന് സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. സരിത നായരുടെ കേസിൽ തനിക്ക് ശുഭപ്രതീക്ഷയാണുള്ളതെന്നും അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്ന വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത നായരുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. ചുമ്മാ പറഞ്ഞത് എനിക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. സംഭവിച്ചു പറഞ്ഞത് അതിനകത്ത് അന്ന് ഒരു 29 പേര് ജയിലിലെ അപേക്ഷ ഇട്ടു അവരെ കാണാൻ. അതിനകത്ത് 9 പേര് അഡ്വക്കേറ്റുമാരാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ വക്കീലിനെ കാണണ്ടെന്ന് അവർക്കറിയാവുന്ന വക്കീലിനെ കാണാമെന്നില്ല. അങ്ങനെ അത് റിജക്ട് ചെയ്ത് പോയതാ. അപ്പൊ ഇവര് വിചാരിച്ച് എന്നെ സാറ് മറ്റോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ പ്രശ്നങ്ങളും വക്കാലത്ത് ഒഴിയുന്ന കാരണം ഞാൻ അവിടെ അമ്മയോട് പറഞ്ഞായിരുന്നത്. ചില എനിക്ക് ഇനി മുന്നോട്ട് അപ്പൊ അമ്മ പറഞ്ഞു ഇത്രയും നടത്തി കഴിഞ്ഞ് ഇനിയിപ്പം വേറെ ഒരാൾ കൊടുക്കുന്നത്, അതുകൊണ്ട് സാർ അത് റീതിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി പറഞ്ഞ ശേഷം പിന്നെ ഞാൻ വൈകിട്ട് തീരുമാനം മാറ്റിയത്. അവരെന്നോടൊന്നും പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങ് പറയുമായിരുന്നു. അത് ശരി. അപ്പൊ ഈ വെള്ളാപ്പള്ളിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വിവാദം അതിപ്പം വക്കീൽ നോട്ടീസ് വരെ കേസ് കൊടുത്തു കഴിഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ ഒക്കത്തില്ല, പറയുന്നില്ല. ഞാൻ വെച്ചാൽ അത് അദ്ദേഹം എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. അത് എനിക്ക് അതിനെക്കുറിച്ച് നമ്മളായിട്ടൊന്നും ചെയ്തല്ലോ. നിങ്ങൾ ഫോണിൽ കൂടി ഇങ്ങനെ സംസാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണോ? ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നത് ബെറ്റർ. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാണ്. ഇനിയിപ്പോൾ അതുപോട്ടെ, അത് തന്നെ അദ്ദേഹം തീർന്നത്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കമ്പനി, അതായത് ഒരു സമുദായത്തിന്റെയും ഒരു പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തിനോട് പറയേണ്ട യാതൊരു അവകാശമില്ല. ഞാനൊന്നിട്ട് പറയുന്നുമില്ല. അല്ല അത് തന്നെയല്ല ആ ഒരു വിവാദം ഇപ്പം ഇങ്ങനെ ഒഴിഞ്ഞാൽ തന്നെ അദ്ദേഹമായിട്ട് എനിക്ക് ഇപ്പോഴും യാതൊരു ഒന്നും മനസ്സിലൊന്നുമില്ല. അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും എന്നെ കുറിച്ച് മനസ്സിലുണ്ടെന്ന കാര്യം എനിക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്നുമില്ല. അതായത് ഇപ്പോഴും ഞാൻ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ ഒരു വിവാദം കത്തിപ്പോയി ഇപ്പോൾ അതൊരു കേന്ദ്രമന്ത്രിയുടെ വരെ വക്കീൽ നോട്ടീസ് അദ്ദേഹം തീരുമാനിച്ചു. നമുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളത്. പക്ഷെ എനിക്ക് വ്യക്തിമായിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ യാതൊരു അന്നുമില്ല ഇന്നുമില്ല. അദ്ദേഹം പിന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അത് അദ്ദേഹത്തിന്റെ കാര്യം. എനിക്ക് അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യാനില്ല. ഇപ്പൊ ഈ ഒരു സരിത ഇതിലെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന 4 പേജുള്ള ഒരു 4 പേജിലേക്ക് 22 പേജുള്ള 4 പേജിലേക്ക് ചുരുങ്ങിയ ആ ഒരു സംഭവമായിട്ടാണ് മാധ്യമങ്ങളും എല്ലാം വാർത്തകൾ പുറത്ത് വരുന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും? അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. എന്നെ അതിനകത്ത് എൻ്റെ ആപ്ലിക്കേഷൻ അവർക്ക് എഴുതാനും പിടിക്കാനും എന്നെ അവരെ കാണാനൊന്നും അനുവദിച്ചിട്ടില്ല. പിന്നെ അവരകത്തിരുന്നിട്ട് അവരുടെ സ്വന്തം തീരുമാനത്തിൽ അവർ എഴുതി കൊടുത്തത്.
അല്ലെങ്കിൽ പിന്നെ എന്നെ അനുവദിക്കണമായിരുന്നു അകത്ത് നിന്ന് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആ ഒരു കോടതി. അതിന് ശേഷം എന്നെ അനുവദിച്ചു. അവർ സ്വന്തം പ്രകാരം അവർ എഴുതി കൊടുത്തു, എന്നോട് പറഞ്ഞ് ഇതായ മൊഴി കൊടുത്തു. നമ്മളിനി അതിന് കൂടെ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ വാദിയെ കമ്പൽ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. വാദി കംപ്ലയിൻറ്റ് കൊടുക്കുന്ന അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരത് പറയുന്ന രീതി അവർ. അപ്പോൾ നമുക്കോ കോടതിക്കൊന്നും കമ്പൽ ചെയ്യാൻ ഒക്കത്തില്ല. അവർക്കിപ്പോൾ അങ്ങനെ സ്റ്റേജിൽ അവർക്ക് ഈ ഒരു മൊഴി അവർ പറഞ്ഞാൽ ഞാനത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. CJM കോടതിയിൽ തന്നെ ഇപ്പം ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ ഒരു വിവാദത്തെക്കുറിച്ച് CJM കോടതി ഇപ്പം എന്താ പറഞ്ഞു? ഇപ്പോൾ CJM കോടതി പറഞ്ഞിരിക്കുന്ന എറണാകുളത്തെ കോടതിയിലെ സരിതയുടെ ഇപ്പം മൊഴി അന്ന് ആദ്യം രേഖപ്പെടുത്താതെ തന്നെ ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിന്നെ താങ്കൾ നേരത്തെ ഉണ്ടായിരുന്ന 22 പേജുള്ള മൊഴി അത് 4 പേജാക്കി ചുരുക്കി അതിനകത്ത് ഉന്നതന്മാരുടെ പേരുകൾ ഉണ്ടായിരുന്നു. ആ പേരുകളെല്ലാം മാറ്റി ഇപ്പോൾ അത് വന്നിരിക്കുന്ന നാളെ ഒരു വാർത്ത പുറത്ത് വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും അങ്ങനെ? അല്ല, അത് കോടതിയെക്കുറിച്ച് എനിക്കൊന്നും പരാതിയൊന്നുമില്ല, യാതൊരു പരാതിയില്ല. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ കോടതിയിലെ നിലപാട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. കോടതിയെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതിയില്ല. പിന്നെ എന്നെ അനുവദിച്ചില്ല, അവിടെ പോയി അത് ഒരു കാര്യം. അത് കോടതിയിലെ കാര്യം. ഇപ്പോൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതിനെ കോടതിയിൽ തീരുമാനിക്കേണ്ട, ഒരാളെ വേണോ വേണ്ടായോ അതിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ നിലപാടിലൊന്നും എനിക്ക് വലിയ തർക്കമൊന്നുമില്ല. പിന്നെ അവരുടെ സരിത കൊടുത്ത മൊഴി അപ്പോൾ അങ്ങനെ ആയിപ്പോൾ എന്ന് വെച്ചാൽ എനിക്കതിനൊന്നും പറഞ്ഞില്ല. എനിക്കതിനകത്ത് ആക്റ്റീവായിട്ട് യാതൊരു പാർട്ടിസിപ്പേറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അവരുടെ സ്വന്തമായിട്ട് അവർ കൊടുത്തു. ഇന്നിപ്പോൾ കോടതിയിൽ സരിതയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന ഇന്ന് പ്രൊഡക്ഷനാണെന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം എറണാകുളത്തേക്ക് കൊണ്ടുപോയിരിക്കും. അവിടെ വേറൊരു എൻ്റെ ഒരു ജൂനിയർ ഉണ്ട്, ഇവിടെ ഒന്ന് അറ്റൻഡ് ചെയ്ത് അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് വന്നത്, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കോടതിയിൽ വെച്ച് തന്നെ പെർമിഷനോട് കൂടി സംസാരിക്കാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ? പെർമിഷൻ കിട്ടും, ചോദിച്ചാൽ പെർമിഷൻ എടുത്ത് തരും. അതിപ്പം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായോ അതോ? അല്ല, അങ്ങോട്ട് പിന്നെ പോലീസ് ഓഫീഷ്യൽസോട് കുറച്ച് മാറ്റി നിന്നിട്ട് അവരുടെ പേഴ്സണലി അവരായിട്ട് 5 മിനിറ്റ് ആ സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല. അത് ഈ കേസുമായിട്ട് സംബന്ധിച്ച് കേസുമായിട്ട് മാറ്ററുള്ള ഇന്നലെ എനിക്ക് പൂർണ്ണമായിട്ട് സംഭവിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അവർ റാന്നി വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഇനത്തില്ല. ചിലപ്പോൾ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തേക്കും, ഇന്ന് ജാമ്യത്തിൽ കൊടുത്തേക്കും. അത് എഴുതിയിട്ടില്ല, അത് സാഹചര്യം അനുസരിച്ച് ഞാൻ കൊടുക്കും. ഈ കേസിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ, ഈ കേസിനുള്ള ബെയിൽ ആപ്ലിക്കേഷൻ ഒരു സമുദായത്തിന്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. തനിക്ക് കേസ് സംബന്ധിച്ച കാര്യം വെള്ളാപ്പള്ളിയോട് ഒന്നും പറയേണ്ട കാര്യമില്ലെന്നും ഫെനി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. സരിതാ നായരുടെ ജാമ്യാപേക്ഷ റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാനെത്തിയപ്പോൾ സിറ്റി ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു ഫെനി ബാലകൃഷ്ണൻ. സിറ്റി ന്യൂസ് ഡെസ്ക്, റാന്നി. ട്രാവൻകൂർ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ട്രാവൻകൂർ ഹിസ്റ്ററി എക്സിബിഷൻ എന്ന പേരിൽ ചരിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 9-ാം തീയതി വെള്ളിയാഴ്ച കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലാണ് പ്രദർശനം നടക്കുന്നത്. സെന്റ് തോമസ് കോളേജ് അലുമിനി അസോസിയേഷൻ, ദുബായ്, ഷാർജ ആൻഡ് നോർത്തേൺ എമിറേറ്റ്സ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സാൻതോം ഗ്ലോബൽ മീറ്റ് 2013 ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായും ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയും മുഖ്യ അതിഥികളായിരിക്കും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. റാന്നി താലൂക്കിന്റെ കഴിഞ്ഞ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പ്രോഗ്രാമിൽ താലൂക്കിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള അഭിപ്രായം തേടലാണ് ഇന്ന്. ഈ വിഷയത്തിൽ UDF റാന്നി നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ആലിച്ചൻ ആറുന്നിലും രാജു എബ്രഹാമും പ്രതികരിക്കുന്നു. റാന്നിയുടെ കഴിഞ്ഞ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പരയിൽ ഇന്ന് റാന്നിയുടെ ആരോഗ്യമേഖലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അവയ്ക്ക് MLA രാജു എബ്രഹാം നൽകുന്ന മറുപടിയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റാന്നിയുടെ ആരോഗ്യമേഖലയിൽ വരുത്തേണ്ട കാതലായ മാറ്റങ്ങളെക്കുറിച്ചും ഈ രംഗത്ത് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഒന്നിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും കേരള കോൺഗ്രസ് എം കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും UDFന്റെ റാന്നി നിയോജക മണ്ഡലം കൺവീനറുമായ ആലിച്ചൻ ആറൊന്നിൽ പറഞ്ഞു. ഈ 30 വർഷത്തിന് മുമ്പ് പ്രകൃതി രമണീയത കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു സ്ഥലമായിരുന്നു റാന്നി. അന്നത്തെ ജനങ്ങൾക്ക് ശുദ്ധവായു, നല്ല കുടിവെള്ളങ്ങളും നല്ല ഭക്ഷണവും ഒക്കെ കിട്ടി, നല്ല അധ്വാനിച്ച് കൃഷി ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ആരോഗ്യത്തിന് യാതൊരു തകരാറുമില്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 30 വർഷക്കാലമായി ഇവിടുത്തെ പരിസര മലിനീകരണം കൊണ്ടും മറ്റ് ജനത്തിരക്കുകൾ കൊണ്ടും ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ രോഗങ്ങൾ വരികയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെ
പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തു. ഇതിന് കാലാകാലങ്ങൾ വന്ന സർക്കാരുകളിൽ നിന്നും, ഉദാഹരണമായിട്ട് റാന്നി താലൂക്ക് ആശുപത്രിയുടെ വികസനം തന്നെ, റാന്നി താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി കാലാകാലങ്ങളിൽ വന്ന സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങി നല്ല ഡോക്ടർമാരെ വെക്കുന്നതിനോ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ ഒന്നും യഥാസമയം നടക്കാതെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ MP MLA ഒക്കെ പ്രഖ്യാപനം നടത്തും, താലൂക്കിന് ഒരു ഓപ്പറേഷൻ ബ്ലോക്ക് അനുവദിച്ചു, അല്ലെങ്കിൽ എക്സ്റേ യൂണിറ്റ് അനുവദിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നല്ലാതെ ഒരു രോഗി ചെന്നാൽ അവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നില്ല. ഈ നമ്മുടെ താലൂക്ക് ആശുപത്രി തന്നെ ഡോക്ടർമാരുടെ കുറവ് വലിയ പ്രശ്നമാണ്. ഏത് മന്ത്രിസഭ വന്നാലും അല്ലെങ്കിൽ ഏത് സർക്കാർ വന്നാലും ആരോഗ്യമന്ത്രിയുമായി നല്ല ബന്ധത്തിലാണ് ഇവിടുത്തെ MLA ആയിരുന്നവരും MP ആയിരുന്നവരും എല്ലാവർക്കും. ഇതിനൊക്കെ ഒരു പരിഹാരം കാണുവാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം, കിടത്തി ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വെച്ചൂച്ചിറ അടക്കം ഇന്ന് നിലവിലുണ്ട്. ഓരോ പഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഇത്തരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കുറഞ്ഞപക്ഷം ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആ കമ്മിറ്റിയെങ്കിലും മുൻകൈ എടുത്താൽ ഇതൊക്കെ ഇന്ന് സജീവമായി നമുക്ക് കാണാമായിരുന്നു. ഒരു സഹസ്രാബ്ദം പഴക്കമുള്ള ശബരിമല ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന അയ്യപ്പഭക്തന്മാർ റാന്നിയുടെ തെരുവീതികളിൽ കൂടി എല്ലാ വർഷവും സഞ്ചരിക്കാറുണ്ട്. നമുക്കറിയാം, നടന്നും കാർ മാർഗവും ബസ് മാർഗവും ഒക്കെ ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തന്മാരാണ് റാന്നിയിൽ കടന്നു പോകുന്നത്. ഇവർക്ക് ഒരാവശ്യം വന്നാൽ, അത്യാവശ്യം വന്നാൽ അടിയന്തരമായി ഒരു ചികിത്സ നടത്താനുള്ള ഒരു ചികിത്സാ സൗകര്യങ്ങൾ ഇന്ന് താലൂക്ക് ആശുപത്രിയിലോ മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ ഇല്ല. കുറേ നാളുകൾക്ക് മുമ്പ് നമുക്ക് ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വടശ്ശേരിക്കരയിൽ അനുവദിക്കുന്നു എന്നൊരു തീരുമാനമുണ്ടായി. അത് നടക്കാതെ പോയി. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം MLA മാത്രം ഞാൻ കുറ്റം പറയത്തില്ല, സർവകക്ഷി നേതാക്കന്മാർക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും ഒരു ആവശ്യമായിട്ട് സർവകക്ഷി ഇവിടുന്ന് ആരോഗ്യപരമായിട്ട് ആരോഗ്യമന്ത്രിയെ കാണാൻ പോകണം എന്ന് പറഞ്ഞാൽ പോയതായി ചരിത്രമായിട്ടില്ല. റാന്നിയുടെ പേര് നിലനിർത്തണം എന്ന ഒരാവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ സർവകക്ഷി യോഗം പോയിട്ടുള്ളതും അത് നടപ്പാക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പം കുറേ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആരോഗ്യമൊന്നും അവർക്ക് വിഷയമില്ല. അവർക്ക് കുറേ റോഡുകൾ നന്നാക്കണം, ഒരു ഫോട്ടോ എടുക്കണം, അത് കഴിയുമ്പോൾ 5 കൊല്ലം അവരങ്ങ് പോവും. ആ സ്ഥിതിയിലേക്കാണ് ഇന്ന് നമ്മുടെ റാന്നിയുടെ ഒരു സ്ഥിതി. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു താലൂക്ക് ആയുർവേദ ആശുപത്രിയുണ്ട്. 50 വർഷം പഴക്കമുള്ള താലൂക്ക് ആയുർവേദ ആശുപത്രിയാണ്. ആയുർവേദ ആശുപത്രിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സമയമാണ് ആയുർവേദ ചികിത്സയ്ക്ക്. ഇന്ന് പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒന്നും ഏറെ ആഗ്രഹിക്കുന്ന ആയുർവേദ ചികിത്സയാണ്. നമ്മുടെ അങ്ങാടി പഞ്ചായത്തിൽ ചെട്ടിമുക്കിന് സ്ഥിതി ചെയ്യുന്ന ആ ആയുർവേദ ആശുപത്രി കിടത്തി ചികിത്സ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി അവിടെ ഒരു ആശുപത്രിക്ക് രൂപം കൊടുത്താൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടും. ഏതാണ്ട് 1 ഏക്കർ സ്ഥലം സർക്കാരിൻ്റെ തന്നെ അതിൻ്റെ ആ ആശുപത്രി സമയത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മുൻകൈ എടുക്കാൻ നമ്മുടെ നേതാക്കന്മാർ ഒരു തീക്ഷ്ണത കാണിക്കണം. അതിന് എല്ലാ കക്ഷികളും, അതിനകത്ത് CPM എന്നോ കോൺഗ്രസ് എന്നോ കേരള കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ BJP എന്നോ ഏത് സംഘടനകളുമായി ഒത്തുചേർന്ന് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമ്മുടെ സർക്കാരിൽ നിന്ന് ഈ ആനുകൂല്യങ്ങളെല്ലാം മേടിച്ച് നമുക്ക് കൈപ്പറ്റാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനം ഈ രംഗത്ത് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ നടപടികൾ വേണമെന്നും രാഷ്ട്രീയ ഭേദമന്യേ ആരോഗ്യരംഗത്ത് കൂട്ടായ്മ അത്യാവശ്യമാണെന്നും ആലച്ചിനാറുന്നൽ അഭിപ്രായപ്പെട്ടു. റാന്നി താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയുള്ള പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായി വരികയാണെന്നും ഇത് ആശുപത്രിയുടെ വികസനത്തിന്റെ മുന്നേറ്റത്തിൽ വലിയൊരു വഴികാട്ടിയായി തീരുമെന്നും രാജു എബ്രഹാം MLA പറഞ്ഞു. താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. താലൂക്ക് ആശുപത്രിയുടെ വികസന മുന്നേറ്റത്തിൽ വലിയൊരു വഴികാട്ടിയായിട്ടത് മാറും. നമ്മളൊരു ഡയാലിസിസ് യൂണിറ്റ് റാന്നിയിൽ ആരംഭിക്കാൻ വേണ്ടിയുള്ള അനുമതി നമ്മളേതാണ്ട് വാങ്ങിക്കഴിഞ്ഞു. ചില സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മറ്റു ചില വികസന പ്രവർത്തനങ്ങളും താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നീക്കുന്നുണ്ട്. നമ്മുടെ എഴുമറ്റൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. ആ CHCക്ക് ഒരു പുതിയ കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വെച്ചൂച്ചിറ CHCയിൽ ഒരു പുതിയ കെട്ടിടം 50 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു.
പെരുന്നാട് CHCയിൽ നമ്മളൊരു കെട്ടിടം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പം പിന്നെ വേണ്ടത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ്. എല്ലാ കേന്ദ്രങ്ങളിലും ഡോക്ടർമാരെ നമുക്ക് നിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് രാജു എബ്രഹാം MLA വാക്കുകളിലേക്ക്. നാളെ മറ്റൊരു വിഷയത്തിൽ ജനനേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങളുമായി റാന്നിയുടെ കഴിഞ്ഞ 30 വർഷങ്ങൾ എന്ന ന്യൂസ് പരമ്പര തുടരും. സിറ്റി ന്യൂസ് ഡെസ്ക്, റാന്നി. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ID കാർഡ് വിതരണം നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ജില്ലാതല ID കാർഡുകളുടെ വിതരണം നടന്നു. റാന്നി താലൂക്ക് NSS കരയോഗ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. അംഗീകൃതമായി പ്രവർത്തിക്കുന്ന CIQ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കീഴിലേക്ക് ഈ സംഘടന മാറുമ്പോൾ രാജ്യത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിങ്ങൾ മാറുകയാണ്. അതാണ് നമ്മുടെ സംഘടനയ്ക്കുണ്ടാവുന്ന വലിയ മാറ്റം. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ഭാഗമായി ഈ സംഘടന ഉയർന്നിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. CIQവിനെ സംബന്ധിച്ചിടത്തോളം CIQവിന് രാഷ്ട്രീയം ഇല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്ക് CIQവിൽ മെമ്പർഷിപ്പ് എടുക്കാം. പ്രസംഗിക്കുന്ന എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഭാരവാഹിക്ക് രാഷ്ട്രീയം ഉണ്ടാവും, നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം ഏത് എന്ന് CIQ പരിശോധിക്കുന്നില്ല. അതാണ് CIQവിന്റെ ഭരണഘടന. രാഷ്ട്രീയ പാർട്ടിയിൽ എവിടെ പ്രവർത്തിച്ചാലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്തവർക്കും ഈ സംഘടനയിൽ അംഗങ്ങളാവാം. കാരണം ഇത് തൊഴിലാളി വർഗ സംഘടനയാണ്. ID കാർഡുകളുടെ വിതരണവും രാജു എബ്രഹാം MLA നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സുനിൽ മഗ അധ്യക്ഷനായിരുന്നു. CPM റാന്നി താലൂക്ക് സെക്രട്ടറി MS രാജേന്ദ്രൻ, KPVU സംസ്ഥാന സെക്രട്ടറി ക്രിസ്റ്റഫർ കൊല്ലം, KPVU ജില്ലാ ജനറൽ സെക്രട്ടറി KR ബൈജു, ചെയർമാൻ ജോർജ് ഫിലിപ്പ്, ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ സെക്രട്ടറി KK സുരേന്ദ്രൻ, KPVU ജില്ലാ സെക്രട്ടറി പ്രസാദ് അത്തിക്കയം, KPVU ഏരിയ സെക്രട്ടറി ഉണ്ണി ദൃശ്യ, മോഹൻ വടശ്ശേരിക്കര, അനിൽകുമാർ കോട്ടയം തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിനിധികൾ പങ്കെടുത്ത പ്രകടനവും നടന്നു. സിറ്റി ന്യൂസ്, റാന്നി. 4859 നമ്പർ ഇടപ്പാവൂർ മുരളീധര വിലാസം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം ഓഗസ്റ്റ് 4 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കരയോഗ മന്ദിരത്തിൽ വെച്ച് കൂടുന്നതാണെന്ന് സെക്രട്ടറി MV ബാലചന്ദ്രൻ നായർ അറിയിക്കുന്നു. ഒരു ഇടവേള കൂടി. കൂടുതൽ വാർത്തകളിലേക്ക്. കൺസ്യൂമർ ഫെഡിന്റെ ഓണം റംസാൻ വിപണന മേളയ്ക്ക് റാന്നിയിൽ തുടക്കമായി. മേള രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ ഫെഡിന്റെ ഓണം റംസാൻ വിപണന മേളയുടെയും ന്യായവില മാർക്കറ്റിന്റെയും റാന്നി നിയോജകമണ്ഡലതല ഉദ്ഘാടനം നടന്നു. രാജു എബ്രഹാം MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. സാധാരണക്കാർക്ക് ഈ വർഷത്തെ ഓണവും റംസാനും സന്തോഷകരമായി ആഘോഷിക്കുന്നതിനും കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന്
അവരുടെ ആഘോഷ അവസരങ്ങൾ മനോഹരമാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സഹകരണ വകുപ്പ് വഴി ത്രിവേണി സൂപ്പർ മാർക്കറ്റിന്റെ നേതൃത്വത്തിൽ ഇപ്രകാരം റാന്നിയിൽ ഒരു സഹകരണ വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ എല്ലാ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാകുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും ലഭ്യമാണ് എന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് എടുത്ത വളരെ ധീരമായ ഒരു നടപടിയുണ്ട്. ആവശ്യ മരുന്നുകളുടെ വില നിയന്ത്രിച്ചുകൊണ്ട് ശക്തമായ തീരുമാനം ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ്മ ചെറിയാൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ, അജു വളഞ്ഞന്തുരുത്തിൽ, തോമസ് അലക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി അലക്സ്, ആലിച്ചൻ ആറുന്നിൽ, സമതു മേപ്പറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുവാനായി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇങ്ങനെ വിപണമേള ആരംഭിച്ചത് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും വളരെയധികം സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വില കുറച്ചുകൊണ്ട് നല്ല സാധനങ്ങൾ ഈ വിപണമേള വഴി സാധാരണക്കാർക്ക് ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിറ്റി ന്യൂസ് റാന്നി. കോൺഗ്രസിന്റെ കൊടിമരങ്ങൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് INTUC പ്രവർത്തകർ റാന്നിയിൽ പ്രകടനം നടത്തി. ഇട്ടിയപ്പാറയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്നലെ നടന്ന ഹർത്താലിനോടനുബന്ധിച്ച് എതിർപ്രകടനം നടത്തിയ ആറന്മുള പൈതൃക ഗ്രാമസമിതിയുടെ പ്രവർത്തകർ ഇട്ടിയപ്പാറ സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരുന്ന 2 കൊടിമരങ്ങൾ തകർത്തതിൽ പ്രതിഷേധിച്ച് INTUC റാന്നിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യോഗത്തിൽ TC തോമസ്, ബിനു മന്ദമരുതി, സുരേഷ് പഴവങ്ങാടി, റഞ്ജി പതാലിൽ, CT ഗോപി എന്നിവർ പ്രസംഗിച്ചു. യോഗം INTUC റാന്നി നിയോജകമണ്ഡലം പ്രസിഡന്റ് MG ആനന്ദപിള്ള ഉദ്ഘാടനം ചെയ്തു. സിറ്റി ന്യൂസ് റാന്നി. നിര്യാതനായി. റാന്നി മുക്കാലുമൺ കുഴികാലയിൽ KK ശ്രീധരൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 3:30 വീട്ടുവളപ്പിൽ. പാമ്പാടി കള്ളിയാട്ട് കുടുംബാംഗം മാധവിയമ്മയാണ് ഭാര്യ. ശശി, സുധാകരൻ, രാജേന്ദ്രൻ, വിജയൻ, ഷാജി, കാഞ്ചന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോൺഗ്രസിലെ പ്രശ്നപരിഹാര ചർച്ചകൾ വീണ്ടും വഴിമുട്ടി. മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് ചെന്നിത്തല വീണ്ടും. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായരെ 14 ദിവസത്തേക്ക് കൂടി റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനുമായി ഫോണിൽ സംസാരിച്ച വിഷയം അടഞ്ഞ അധ്യായമെന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. ശക്തമായ കാറ്റിൽ റാന്നിയിൽ വൻ നാശനഷ്ടം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.